വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. ജോഷിയുടെ പുസ്തകം 1-ാം അധ്യായം. കർത്തൃദാസനായ മോശയുടെ മരണശേഷം നൂനിന്റെ മകനും മോശയുടെ സേവകനുമായ ജോഷിയോട് കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്തു: എൻ്റെ ദാസനായ മോശ മരിച്ചു. ഇപ്പോൾ നീയും ഈ ജനം മുഴുവനും എഴുന്നേറ്റ് ഇസ്രായേലരായ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ദേശത്തേക്ക് ഈ ജോർദാൻ കടന്നു ചെല്ലുക. മോശയോട് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളുടെ കാൽപാത മൂന്നുന്ന പ്രദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. മരുഭൂമിയും ഈ ലെബനോനും മുതൽ മഹാനദിയായ യൂഫ്രട്ടീസ് നദി വരെ ഹേതുക്കാരുടെ ദേശം മുഴുവനും സൂര്യാസ്തമനത്തിന്റെ മഹാസമുദ്രം വരെയും നിങ്ങളുടെ അതിർത്തിയായിരിക്കും. നിന്റെ ആയുഷ്കാലമെല്ലാം ആരും നിന്റെ മുൻപിൽ നിലയുറപ്പിക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കും. ഞാൻ നിന്നെ നിരുന്മേഷനാക്കുകയില്ല, നിന്നെ കൈവിടുകയുമില്ല. ശക്തനും ധീരനുമായിരിക്കുക. എന്തെന്നാൽ ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശത്തിന് ഇവരെ അവകാശികളാക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നിന്നെ അനുശാസിച്ച നിയമം ഓരോന്നും അനുസരിച്ച് അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ നീ ഏറെ ശക്തനും ധീരനുമായിരിക്കണമെന്ന് മാത്രം. അവയിൽ നിന്ന് നീ ഇടം വലം വ്യതിചലിക്കരുത്. ഏർപ്പെടുന്നതിലെല്ലാം നീ വിജയിക്കുവാൻ വേണ്ടിയാണിത്. ഈ നിയമഗ്രന്ഥം നിന്റെ അധരത്തിൽ നിന്ന് അകലരുത്. അതിൽ ലിഖിതമായതെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധ പുലർത്തേണ്ടതിന് നീ അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അങ്ങനെ നീ നിന്റെ വഴി മുന്നേറാനിടയാക്കും. നീ വിജയിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കുക. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. എന്തെന്നാൽ നീ ഏർപ്പെടുന്നതിലെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ നിന്നെ അനുശാസിച്ചതല്ലേ. ജോഷ ജനപ്രമാണികളോട് ഇപ്രകാരം കൽപ്പിച്ചു: പാളയത്തിനിടയിൽ കടന്നു ചെന്ന് ജനങ്ങളോട് നിങ്ങൾ ഇപ്രകാരം ആജ്ഞാപിക്കുവിൻ: നിങ്ങൾക്കായി പാതയം സംഭരിക്കുവിൻ. എന്തെന്നാൽ 3 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ജോർദാൻ കടക്കുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായി നൽകുന്ന ദേശം കൈവശപ്പെടുത്താനാണ് നിങ്ങൾ പോകുന്നത്. റൂബേൻകാരോടും ഗാദുകാരോടും മനാസയുടെ ഗോത്രപാതിയോടും ജോഷ ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥതയേകി ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങളെ അനുശാസിച്ച കാര്യം അനുസ്മരിക്കുവിൻ. നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാനിക്കരെ മോശ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് വസിക്കട്ടെ. എന്നാൽ നിങ്ങൾ ആയോധന വീരന്മാരെല്ലാം ആയുധമണിഞ്ഞ് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുൻപേ കടന്ന് അവരെ സഹായിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാർക്കും നിങ്ങളെപ്പോലെ സ്വസ്ഥതയേകുകയും നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് കൊടുക്കുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ അത് വേണം. അനന്തരം സൂര്യോദയ ദിക്കിൽ ജോർദാനിക്കരെ കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് കൈവശമായി തന്നിരിക്കുന്ന ദേശത്ത് തിരിച്ചെത്തി അത് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അവർ ജോഷയെ ഇപ്രകാരം ധരിപ്പിച്ചു: നീ ഞങ്ങളെ അനുശാസിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം. അയക്കുന്നിടത്തേക്കെല്ലാം ഞങ്ങൾ പോകാം. മോശയെ ഞങ്ങൾ അനുസരിച്ചതുപോലെയെല്ലാം നിന്നെ ഞങ്ങൾ അനുസരിക്കും. നിന്റെ ദൈവമായ കർത്താവ് മോശയോട് കൂടെ ഉണ്ടായിരുന്നതുപോലെ നിന്നോട് കൂടെയും ഉണ്ടായിരിക്കട്ടെ. അതു മതി. നീ ഞങ്ങളെ അനുശാസിക്കുന്ന ഏത് കാര്യത്തിലും നിന്റെ ആജ്ഞ ധിക്കരിക്കുകയും നിന്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന ആരായാലും മരിക്കണം. നീ ശക്തനും ധീരനുമായിരിക്കണമെന്ന് മാത്രം. ജോഷിയുടെ പുസ്തകം 2-ാം അധ്യായം. നൂനിന്റെ മകനായ ജോഷ ഷിത്തീമിൽ നിന്ന് 2 ചാരന്മാരെ നിങ്ങൾ പോയി ദേശവും ജെറിക്കോയും നിരീക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് രഹസ്യത്തിൽ അയച്ചു. അവർ യാത്ര ചെയ്ത് റാഹാബ് എന്നു പേരുള്ള വേശ്യയായ ഒരുവളുടെ വീട്ടിൽ ചെന്നെത്തി.
അവിടെ അന്തിയുറങ്ങി. ജെറിക്കോ രാജാവിന് ഇപ്രകാരം വാർത്ത കിട്ടി: ഇതാ, ദേശം ഒറ്റുനോക്കാൻ ചില ഇസ്രായേല്യർ രാത്രിയിൽ ഇവിടെ എത്തിയിരിക്കുന്നു. ജെറിക്കോ രാജാവ് രാഹാബിന്റെ പക്കൽ, നിന്റെ അടുക്കൽ നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകളെ പുറത്തിറക്കുക, കാരണം നാടാകെ ഒറ്റുനോക്കാനാണ് അവർ വന്നിരിക്കുന്നത് എന്ന് പറയാൻ ആളയച്ചു. ആ സ്ത്രീയാകട്ടെ ആ രണ്ടാളുകളെയും സ്വീകരിച്ച് ഒളിപ്പിച്ചിരുന്നു. അവൾ പറഞ്ഞു: ആ ആളുകൾ എൻ്റെ പക്കൽ വന്നു എന്നത് ശരി തന്നെ, പക്ഷേ അവർ എവിടെ നിന്നാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പട്ടണവാതിൽ അടയ്ക്കാറായപ്പോൾ ഇരുട്ടത്ത് ആ ആളുകൾ പുറപ്പെട്ടു. എങ്ങോട്ടാണ് ആ ആളുകൾ നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾ വേഗം അവരെ പിന്തുടരുവിൻ, തീർച്ചയായും നിങ്ങൾ അവരെ മറികടക്കും. അവളാകട്ടെ അവരെ തട്ടിലേക്ക് കയറ്റി തട്ടിൻ പുറത്ത് തനിക്കായി അടുക്കി വച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. അപ്പോൾ ആളുകൾ ജോർദാനിലേക്കുള്ള വഴിയെ കടവുകൾ വരെ അവരെ പിന്തുടർന്നു. അവരെ അനുധാവനം ചെയ്തവർ പുറത്തു കടന്നതോടെ കവാടം അടയ്ക്കുകയും ചെയ്തു. അവർ കിടക്കുന്നതിനു മുൻപേ അവൾ തട്ടിന്മേൽ അവരുടെ അടുത്തേക്ക് കയറി ചെന്നു. അവൾ ആ ആളുകളോട് പറഞ്ഞു: കർത്താവ് നിങ്ങൾക്ക് ദേശം തന്നിരിക്കുന്നുവെന്നും നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ മൂലം ദേശവാസികൾ മുഴുവനും കിടിലം കൊള്ളുകയാണെന്നും ഞാൻ അറിയുന്നു. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ കർത്താവ് നിങ്ങൾക്ക് മുൻപിൽ നിന്ന് ചെങ്കടൽ ജലം വറ്റിച്ചതും ജോർദാൻ അക്കരെ നിങ്ങൾ ഉന്മൂലനാചാര വിധേയമാക്കിയ സീഹോൻ, ഓഗ് എന്നീ 2 അമോര്യ രാജാക്കന്മാരോട് നിങ്ങൾ ചെയ്തതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിടിഞ്ഞു. നിങ്ങൾ മൂലം ആരിലും പിന്നെ ഉണർവുണ്ടായില്ല. തീർച്ചയായും മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. ആകയാൽ ഞാൻ നിങ്ങളോട് കരുണ ചെയ്തതുകൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോടും കരുണ ചെയ്യുമെന്ന് ഇപ്പോൾ എന്നോട് കർത്താവിനെ കൊണ്ട് ശബ്ദം ചെയ്താലും വിശ്വാസ്യതയുടെ ഒരടയാളവും നിങ്ങൾ എനിക്ക് തരണം. എൻ്റെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും അവർക്കുള്ള സകലത്തിനെയും ജീവിക്കാൻ അനുവദിച്ച് മരണത്തിൽ നിന്ന് ഞങ്ങളുടെ ജീവൻ നിങ്ങൾ മോചിപ്പിക്കണം. അപ്പോൾ ആ ആളുകൾ അവളോട് പറഞ്ഞു: ഞങ്ങളുടെ ഈ വാഗ്ദാനം നിങ്ങൾ പരസ്യമാക്കുകയില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം ഞങ്ങൾ ജീവൻ പോലും ത്യജിക്കും. കർത്താവ് ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ നിന്നോട് ഞങ്ങൾ കാരുണ്യവും വിശ്വസ്തതയും കാണിക്കും. തുടർന്ന് അവൾ ഒരു കയറുവഴി ജനലയിൽ കൂടെ അവരെ താഴേക്കിറക്കി. കാരണം കോട്ടമതിലിലായിരുന്നു അവളുടെ വീട്. മതിലിനുള്ളിലാണ് അവൾ താമസിച്ചിരുന്നത്. അവൾ അവരോട് പറഞ്ഞു: അനുധാവകർ നിങ്ങളുടെ മേൽ ചാടി വീഴാതിരിക്കാൻ മലയിലേക്ക് നടക്കുവിൻ. അനുധാവകർ മടങ്ങിപ്പോകുന്നതുവരെ 3 ദിവസം അവിടെ ഒളിച്ചിരിക്കുവിൻ. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോകാം. ആ ആളുകൾ അവളോട് പറഞ്ഞു: ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച നിന്റെ ഈ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരാകുന്നത് ഞങ്ങൾ ഈ നാട്ടിൽ വന്നെത്തുമ്പോൾ നീ ഞങ്ങളെ ഇറക്കിവിട്ട ജനാലയിൽ ഈ ചുമന്ന അളവ് ചരട് കെട്ടിയിട്ടില്ലെങ്കിൽ ആയിരിക്കും. നിന്റെ മാതാപിതാക്കന്മാരെയും നിന്റെ സഹോദരരെയും പിതൃഭവനം മുഴുവനെയും നിന്റെ പക്കൽ വീട്ടിലേക്ക് ഒന്നിച്ചു കൂട്ടിയിരിക്കണം. നിന്റെ വീട്ടുവാതിക്കൽ നിന്ന് തെരുവിലേക്ക് പുറപ്പെടുന്ന ആരും തന്റെ രക്തത്തിന് ഉത്തരവാദിയായിരിക്കും. ഞങ്ങൾ നിരപരാധരും. എന്നാൽ നിന്നോടൊപ്പം വീട്ടിലായിരിക്കുന്ന ആരുടെയെങ്കിലും മേൽ കയ്യബദ്ധം സംഭവിച്ചാൽ അവന്റെ രക്തത്തിന് ഞങ്ങളായിരിക്കും ഉത്തരവാദികൾ. ഞങ്ങളുടെ ഈ വാഗ്ദാനം നീ പരസ്യപ്പെടുത്തുന്ന പക്ഷം നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച നിന്റെ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും. അത് നിങ്ങളുടെ വാക്കുകൾ പോലെ തന്നെയാകട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ അയച്ചു. അവർ യാത്രയാകുകയും ചെയ്തു. ആ ചുമന്ന ചരട് അവൾ ജനാലയിൽ കെട്ടിയിട്ടു. അവരാകട്ടെ മലയിലേക്ക് നടന്നുപോയി. അനുധാവകർ മടങ്ങുന്നതുവരെ 3 ദിവസം അവിടെ ഇരുന്നു. അനുധാവകർ അവരെ വഴിനീളെ അന്വേഷിച്ചിട്ടും കണ്ടെത്താനായില്ല. അനന്തരം ആ 2 ആളുകൾ മടങ്ങി. അവർ മലയിൽ നിന്നിറങ്ങി മുന്നേറി നൂനിന്റെ മകനായ ജോഷിയുടെ അടുക്കലെത്തി. തങ്ങൾക്ക് നേരിട്ടതെല്ലാം അവർ അവനോട് വിവരിച്ചു. അവർ ജോഷിയോട് പറഞ്ഞു: തീർച്ചയായും കർത്താവ് നമ്മുടെ കയ്യിൽ ആ നാട് മുഴുവൻ തന്നിരിക്കുന്നു.
തദ്ദേശവാസികളെല്ലാവരും നമ്മെ പ്രതി കിടിലം കൊള്ളുകയുമാണ്. 146 സങ്കീർത്തനം. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കട്ടെ. എൻ്റെ ആയുഷ്കാലം അത്രയും ദൈവത്തിന് കീർത്തനം ആലപിക്കട്ടെ. നേതാക്കന്മാരിൽ നിങ്ങൾ ആശ്രയമർപ്പിക്കരുത്, രക്ഷയ്ക്ക് വകയില്ലാത്ത മനുഷ്യപുത്രനിലും. തൻ്റെ ചൈതന്യം ബഹിർഗമിക്കുമ്പോൾ അവൻ തൻ്റെ മണ്ണിലേക്ക് മടങ്ങും. അന്ന് അവൻ്റെ പദ്ധതികൾ നാശമടയും. യാക്കോബിൻ്റെ ദൈവം തൻ്റെ സഹായമായി ഉള്ളവൻ ഭാഗ്യവാൻ. അവൻ്റെ പ്രതീക്ഷ തൻ്റെ ദൈവമായ കർത്താവിലാണ്. സമുദ്രത്തോടും അവയിലുള്ള എല്ലാറ്റിനോടുമൊപ്പം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചവൻ എന്നേക്കും സത്യം പാലിക്കുന്നവനാണ്. അവിടുന്ന് മർദ്ദിതർക്ക് ന്യായം നടത്തിക്കൊടുക്കുന്നവനാണ്. വിശക്കുന്നവർക്ക് ആഹാരം നൽകുന്നവനാണ്. കർത്താവ് ബന്ധിതരെ സ്വതന്ത്രനാക്കുന്നവനാണ്. കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നവനാണ്. കർത്താവ് നിലം പറ്റിയവരെ ഉദ്ധരിക്കുന്നവനാണ്. കർത്താവ് നീതിമാന്മാരെ സ്നേഹിക്കുന്നവനാണ്. കർത്താവ് പ്രവാസികളെ പരിപാലിക്കുന്നവനാണ്. അവിടുന്ന് അനാഥരെയും വിധവകളെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് തകിടം മറിക്കുന്നു. കർത്താവ് എന്നേക്കും രാജാവായിരിക്കട്ടെ. സിയോനെ, തലമുറ തലമുറയിലേക്ക് അവിടുന്ന് നിന്റെ ദൈവമാണ്. 147 സങ്കീർത്തനം. നമ്മുടെ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്നത് വിശിഷ്ടമാണല്ലോ. സ്തുതിപ്പ് തികച്ചും അഭികാമ്യം തന്നെ. കർത്താവ് ജെറുസലേമിനെ പണിതുയർത്തുന്നവനാണ്. ഇസ്രായേലിന്റെ കൂട്ടം പിരിഞ്ഞവരെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടുന്നു. ഹൃദയം തകർന്നവർക്ക് സൗഖ്യദായകനായ അവിടുന്ന് അവരുടെ മുറിവുകൾ വച്ചു കെട്ടുന്നവനാണ്. അവിടുന്ന് നക്ഷത്രങ്ങൾക്ക് എണ്ണം നിർണയിക്കുന്നവനാണ്. അവയ്ക്കെല്ലാം അവിടുന്ന് പേരുകളിടുന്നു. നമ്മുടെ നാഥൻ വലിയവനും മഹാശക്തനുമാണ്. അവിടുത്തെ അറിവിന് അളവില്ല. കർത്താവ് പീഡിതരെ സമുദ്രിക്കുന്നവനാണ്. ദുഷ്ടരെ തറയോളം താഴ്ത്തുന്നവനാണ്. കർത്താവിന് കൃതജ്ഞതാ ഗാനം കൊണ്ട് പ്രത്യാലാപനം ചെയ്യുവിൻ. നമ്മുടെ ദൈവത്തിന് കിന്നരം കൊണ്ട് കീർത്തനം ആലപിക്കുവിൻ. ആകാശത്തെ മേഘങ്ങൾ കൊണ്ട് മൂടുന്നവൻ, ഭൂമിക്കായി മഴയൊരുക്കുന്നവൻ, മലകളെ ഹരിതാഭമാക്കുന്നവൻ അവിടുന്നാണ്. മൃഗത്തിന് അതിൻ്റെ ആഹാരവും കാക്കക്കുഞ്ഞുങ്ങൾക്ക് അവ വിളിച്ചപേക്ഷിക്കുന്നതും കൊടുക്കുന്നവൻ അവിടുന്നാണ്. കുതിരയുടെ കരുത്തിലല്ല അവിടുന്ന് സംപ്രീതനാകുന്നത്, മനുഷ്യന്റെ മുഴങ്കാലിലല്ല അവിടുന്ന് പ്രസാദിക്കുന്നത്. തന്നെ ഭയപ്പെടുന്നവരെ, തൻ്റെ കാരുണ്യത്തിനായി പ്രത്യാശിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് കർത്താവ്. ജെറുസലേമേ, കർത്താവിനെ കീർത്തിക്കുക. സിയോനെ, നിന്റെ ദൈവത്തെ സ്തുതിക്കുക. നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ ബലപ്പെടുത്തിയത്, നിന്റെ മധ്യയുള്ള നിന്റെ മക്കളെ അനുഗ്രഹിച്ചത് അവിടുന്നാണല്ലോ. നിന്റെ പ്രദേശം സമാധാനപൂർണമാക്കുന്നവൻ അവിടുന്നാണ്. സന്തുഷ്ടമായ ഗോതമ്പ് കൊണ്ട് അവിടുന്ന് നിന്നെ സംതൃപ്തയാക്കുന്നു. തൻ്റെ വചസ്സ് ഭൂമിയിലേക്ക് അയക്കുന്നവനാണ് അവിടുന്ന്. തൽക്ഷണം അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു. കമ്പിളി പോലെ മഞ്ഞ് പെയ്യിക്കുന്നവൻ, ചാരം പോലെ നീഹാരം വിതറുന്നു. അവിടുന്ന് അപ്പക്കഷ്ണങ്ങൾ പോലെ ആലിപ്പഴം പൊഴിക്കുന്നവനാണ്. അതിൻ്റെ തണുപ്പിനു മുൻപിൽ ആര് നിൽക്കും? തിരുവചനം അയച്ച് അവിടുന്ന് അവ ഉരുക്കിക്കളയുന്നു. അവിടുന്ന് തൻ്റെ കാറ്റ് വീശാനിടയാകുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു. അവിടുന്ന് യാക്കോബിനോട് തൻ്റെ വചനങ്ങളും ഇസ്രായേലിനോട് തൻ്റെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും വിവരിക്കുന്നവനാണ്. മറ്റൊരു ജനതയോടും അവിടുന്ന് അപ്രകാരം ചെയ്തിട്ടില്ല. ന്യായപ്രമാണങ്ങൾ അവർക്ക് അറിവില്ല. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ നിയമിച്ചു. താൻ പോകാനിരുന്ന ഓരോ പട്ടണത്തിലേക്കും
സ്ഥലത്തേക്കും 2 പേരെ വീതം തനിക്ക് മുൻപേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരു ചുരുക്കം. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയുമരുത്. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ ആശംസിക്കണം, ഈ വീടിന് സമാധാനം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവർ തരുന്നത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. എന്തെന്നാൽ വേലക്കാരൻ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ നിങ്ങൾ പുറത്തെ തെരുവിലേക്കിറങ്ങി പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ പാദങ്ങളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിൻ്റെ സ്ഥിതി ആ നഗരത്തിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും. കൊറാസിൻ, നിനക്ക് ദുരിതം! ബത്സയിദ, നിനക്ക് ദുരിതം! നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവർ ചാക്കിലും ചാരത്തിലും ഇരുന്ന് പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു. എന്നാൽ ന്യായവിധിയിൽ ടയറിൻ്റെയും സീദോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. കഫർനാമേ, നീ ആകാശത്തോളം ഉയർത്തപ്പെടുമെന്നോ? നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു, എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ.